ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണക്കങ്ങളും തർക്കങ്ങളും സ്വാഭാവികമാണ്. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ദമ്പതികളായിരുന്ന അലി റളിയല്ലാഹുൻഹുവും ഫാത്തിമ റളിയല്ലാഹു അൻഹയും തമ്മിൽ ഒരിക്കൽ പിണങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രശ്നം എങ്ങനെയാണ് പരിഹരിച്ചത്? മനോഹരമായ ആ ചരിത്രം കേൾക്കാം. ഒരിക്കൽ അലി റളിയല്ലാഹുൻഹുവും ഫാത്തിമ റളിയല്ലാഹു അൻഹയും തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായി. ദേഷ്യം വന്ന അലി റളിയല്ലാഹുൻഹു വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി നേരെ പള്ളിയിൽ ചെന്ന് വെറും നിലത്ത് കിടന്നുറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹുൻഹയുടെ വീട്ടിലെത്തി. അന്നേരം അലി റളിയല്ലാഹുൻഹുവിനെ അവിടെ കണ്ടില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എവിടെ നിന്റെ പിതൃവ്യ പുത്രൻ? ഫാത്തിമ റളിയല്ലാഹുൻഹ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി. അന്നേരം എന്നോട് ദേഷ്യപ്പെട്ട് പുറത്തുപോയി. ഉടനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോട് അലി റളിയല്ലാഹുൻഹു എവിടെയുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. അദ്ദേഹം പള്ളിയിലുണ്ടെന്ന് വിവരം കിട്ടി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ അലി റളിയല്ലാഹുൻഹു നല്ല ഉറക്കത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും വസ്ത്രം മാറിപ്പോയ ഭാഗത്ത് ആകെ മണ്ണ് പുരണ്ടിരുന്നു. മരുമകൻ പിണങ്ങിപ്പോയതിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടില്ല. മറിച്ച് അലി റളിയല്ലാഹുവിന്റെ ശരീരത്തിലെ മണ്ണ് തട്ടിക്കളഞ്ഞുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തോടെ വിളിച്ചു, അബാ തുറാബ്, അബാ തുറാബ്, എഴുന്നേൽക്കൂ മണ്ണിന്റെ പിതാവേ എന്ന അർത്ഥത്തിൽ സ്നേഹത്തോടുകൂടെ എന്നാൽ സരസമായി അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കാനും പ്രശ്നപരിഹാരം കാണാനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിച്ചത്. അവരോട് പ്രശ്നങ്ങളെക്കുറിച്ച് കുത്തി അന്വേഷിക്കുകയോ അവരുടെ സ്വകാര്യ സംഘട്ടനങ്ങളിൽ കൂടുതൽ പ്രശ്നമുണ്ടാക്കുകയോ ചെയ്യാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തോടെ തന്റെ മരുമകനെ എഴുന്നേൽപ്പിക്കുകയാണ്. അബാ തുറാബ് എന്ന ആ ഒരൊറ്റ വിളിയിൽ തന്നെ അലി റളിയല്ലാഹുവിന്റെ പിണക്കവും ദേഷ്യവും എല്ലാം അലിഞ്ഞു പോയിരുന്നു. പിന്നീട് അലി റളിയല്ലാഹുവിനെ അബൂ തുറാബ് എന്ന് വിളിക്കപ്പെടുന്നത് തന്നെ ഇഷ്ടമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ദാമ്പത്യ ജീവിതത്തിൽ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പോലും പരസ്പരം പിണങ്ങുന്നതും സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും സ്വാഭാവികമാണ്. എന്നാൽ ഇണങ്ങാനും പിണക്കം മറക്കാനും പ്രശ്നം കൂടുതൽ സങ്കീർണമാവാതെ പ്രശ്നപരിഹാരത്തിനുള്ള ഏറ്റവും ചെറിയ കാരണമുണ്ടായാൽ തന്നെ എത്രയും പെട്ടെന്ന് വീണ്ടും സ്നേഹത്തോടുകൂടെ ഒന്നായിത്തീരാനാണ് സ്നേഹമുള്ള ദമ്പതികൾ ശ്രമിക്കേണ്ടത്. അലി ഫാത്തിമ ദമ്പതിമാരെ പോലെ സ്നേഹത്തോടെ ജീവിച്ച് സ്വർഗത്തിലും ഒന്നായിത്തീരാൻ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.